നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ആണ്. കവറേജ് റേഷ്യോയിൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഡിവിഡൻഡ് കവറേജ് റേഷ്യോ മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ കമ്പനി ടു പേ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ക്യാരിയിങ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസിന് ഉള്ള ഡിവിഡൻഡ്, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൈ ദ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ് ചെയ്യുന്ന സമയത്താണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ കിട്ടുക. നോക്കുക, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ഈക്വൽസ് ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. This ratio is calculated in relation to earning after tax. നെക്സ്റ്റ് നോക്കാനുള്ളത് ടോട്ടൽ ഓർ ഓവറോൾ കവറേജ് റേഷ്യോ. അത് ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോ എന്നുകൂടി അതിന് മറ്റൊരു പേരുണ്ട്. ഇറ്റ് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് എ കമ്പനി ടു സർവീസ് ഓൾ ഫിക്സഡ് ഒബ്ലിഗേഷൻസ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഏർണിങ്സ്. കമ്പനിയുടെ ഏർണിങ്സ് കൊണ്ട് എത്രത്തോളം അതിൻ്റെ എന്താ പറയുക ഫിക്സഡ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ടോട്ടൽ ഓവറോൾ കവറേജ് റേഷ്യോയിൽ പറയുന്നത്. അപ്പോൾ എബിറ്റ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ചാർജസ്. അതായത് ഫിക്സഡ് ഒബ്ലിഗേഷൻസ് എത്ര, അതായത് ഫിക്സഡ് ലയബിലിറ്റീസ് അവർക്ക് എത്രയുണ്ട്, ഫിക്സഡ് ആയിട്ട് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഫിക്സഡ് ഒബ്ലിഗേഷൻസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഡിവിഡൻഡ്, ലീസ് പേയ്മെൻറ്റ്, ലോൺ റീപേയ്മെൻറ്റ്, അങ്ങനെ ഫിക്സഡ് ആയിട്ട് നമുക്ക് എന്നും ഫിക്സഡ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്ന ഒബ്ലിഗേഷൻസ് അത് എത്രത്തോളം അവർക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കമ്പനിക്കുള്ള ഏർണിങ്സിൽ നിന്നും അടച്ചു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ടോട്ടൽ കവറേജ് റേഷ്യോയിൽ പറയുന്നത്. ഓക്കെ, അതായത് ഓവറോൾ എബിലിറ്റി ഓഫ് എ കമ്പനി ടു സർവീസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, കമ്പനിയുടെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് മൊത്തം സർവീസ് ചെയ്യാനുള്ള എബിലിറ്റി. ഓക്കെ, ദെൻ ആക്ടിവിറ്റി റേഷ്യോസ് ആണ് അടുത്തത്. ആക്ടിവിറ്റി റേഷ്യോസിൽ നോക്കുകയാണെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോസ് ഷോസ് ഹൗ എഫക്റ്റീവ്ലി എ ഫേം യൂസസ് ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ് ഓർ അസറ്റ്സ്. അവരുടെ അവൈലബിൾ റിസോഴ്സസ്, അതായത് കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഓർ അസറ്റ്സ് അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണോ എന്നുള്ളതാണ് ആക്ടിവിറ്റി റേഷ്യോയിൽ പറയുന്നത്. അതായത് എങ്ങനെയാണ് അവരുടെ അസറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ദീസ് റേഷ്യോ ആർ ഓൾസോ നോൺ ആസ് എഫിഷ്യൻസി റേഷ്യോ ഓർ പെർഫോമൻസ് റേഷ്യോസ് ഓർ അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം എത്രത്തോളം ഒരു ഫേമിൻ്റെ കമ്പനിയുടെ അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അസറ്റും സെയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ആക്ടിവിറ്റി റേഷ്യോയിൽ പറയുന്നത്. അപ്പോൾ ഇതിനെ ടേൺ ഓവർ റേഷ്യോസ് എന്നും പറയാറുണ്ട്. അപ്പോൾ അസറ്റും സെയിൽസും തമ്മിലുള്ള റേഷ്യോസാണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്തത് നോക്കൂ, പേജ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഫോട്ടോ എടുത്തത്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഓർ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. It shows the relationship between cost of goods sold and average stock or inventory. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽ ചെയ്യാനുള്ള കോസ്റ്റ്, അതുപോലെ തന്നെ ആവറേജ് ഇൻവെൻറ്ററി ഓർ ആവറേജ് സ്റ്റോക്ക്, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെർക്കൻഡൈസ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ കോമ്പണൻസ് ഓഫ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ കോമ്പണൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്നുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് എന്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത് നമ്മൾ മുൻപ് മുതലേ പഠിച്ചിരിക്കുന്ന ഫോർമുലയാണ്. ആദ്യമായിട്ട് കാണുന്നവരത് പഠിക്കുക തന്നെ വേണം കേട്ടോ. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഈ തരത്തിലുള്ള ഇക്വേഷൻസ്
മൊത്തമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണിത്. then അടുത്തത് നോക്കൂ, ആവറേജ് സ്റ്റോക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട ഒരു ഫോർമുല കൂടിയുണ്ട്. ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താണ് ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് നോക്കൂ, സ്റ്റോക്ക് വെലോസിറ്റി ആണ്. സ്റ്റോക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നോക്കൂ, നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസിലാണ് ആ റേഷ്യോ കിട്ടുക. അപ്പോൾ ഇത് ഡേയ്സിലോ മന്ത്സിലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, എഴുതേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് വെലോസിറ്റിക്കുള്ളത് പഠിക്കുക. ഇതൊന്നും അധികം സ്റ്റോക്ക് വെലോസിറ്റി ഒന്നും അധികം ക്വസ്റ്റ്യൻ ചോയ്സ് കാണാറില്ല. പക്ഷേ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ തന്നെയാണ്. സ്റ്റാൻഡേർഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നോക്കൂ. സ്റ്റാൻഡേർഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 8 times ആണ് സാറ്റിസ്ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ എന്തിനാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ സിഗ്നിഫിക്കൻസ് നോക്കൂ. ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഇസ് എ മെഷർ ഓഫ് ലിക്വിഡിറ്റി ഓഫ് ഇൻവെൻറ്ററി. അതായത് ഇൻവെൻറ്ററി എത്രത്തോളം ലിക്വിഡായിട്ടാണ് നമ്മുടെ ഫേമിൽ ഇരിക്കുന്നത്, അതായത് എത്ര പെട്ടെന്ന് ഇൻവെൻറ്ററി ക്യാഷായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കഴിയാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹൗ ക്വിക്ക്ലി ഇൻവെൻറ്ററി ഈസ് സോൾഡ് എന്നുള്ളത് അവിടെ തന്നെ അത് പറയുന്നുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഹൈ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ ഇൻവെൻറ്ററീസ് വേഗം എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് സെയിൽ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് അവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. സോൾഡ് ഫാസ്റ്റ്. ഹൈ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻവെൻറ്ററി ഈസ് സോൾഡ് ഫാസ്റ്റ്. ദെൻ അടുത്തത് നോക്കൂ, ലോ ടേൺ ഓവർ ആണെങ്കിലോ സ്റ്റോക്ക് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ്, സ്റ്റോക്ക് സെയിലായി പോവാൻ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു പ്രോബ്ലം അവിടെ കൊടുത്തിട്ടുണ്ട്, എളുപ്പമുള്ള പ്രോബ്ലമാണ്, നോക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ക്യാരേജ് ഓൺ പർച്ചേസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അപ്പോൾ അതിന് തന്നിരിക്കുന്ന ഐറ്റംസാണത്. ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന എക്സ്പെൻസാണ്. എന്ത് എക്സ്പെൻസ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്, ക്യാരേജ് ഓൺ പർച്ചേസ്. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാണെന്ന് കുഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അത് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാലേ ഈ ഒരു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോക്കൂ, ആൻസർ നോക്കൂ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈക്വൽസ്, അതിൻ്റെ ഫോർമുല എഴുതിയിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എന്നുള്ളതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ആ ഒരു ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോർമുലാസ് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്തു, ഫോർമുലയിൽ ഇത് മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ ആവറേജ് സ്റ്റോക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ള മറ്റൊരു ഫോർമുല കൂടി അവിടെ വെച്ചിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത്. ഇതെല്ലാം പഠിക്കുക, അതിനുശേഷം ഇതെല്ലാം ഇതിൽ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്, ഓരോന്നും മനസ്സിലാക്കുക. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,40,000 കമ്പ്യൂട്ട് ചെയ്തതാണ്. ആ കമ്പ്യൂട്ട് ചെയ്ത ആ ഒരു തുകയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ദെൻ 35,000 എന്നുള്ളത് ആവറേജ് സ്റ്റോക്ക് ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ കോസ്റ്റ് ഓഫ് ഈ ഒരു ഇക്വേഷനിലാണ് അവരത് അപ്ലൈ ചെയ്തിരിക്കുന്നത്, മനസ്സിലാക്കുക. ദെൻ സ്റ്റോക്ക് വെലോസിറ്റി ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. അതിന് പഴയ ഇക്വേഷൻ നോക്കുക കേട്ടോ, എന്നിട്ടത് മുഴുവൻ മനസ്സിലാക്കുക. ദെൻ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിരിക്കുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ബിലോ ദ സ്റ്റാൻഡേർഡ് വിച്ച് ഇസ് 8 times. അതായത് സ്റ്റാൻഡേർഡ് 8 തവണയാണ്, പക്ഷേ ഇവിടെ 4 തവണ എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, എന്താ 3 തവണ, 3 months എന്നുള്ളതാണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 4 times എന്നുള്ളതാണ്. അതായത് 8 times ആണ് സ്റ്റാൻഡേർഡ് റേഷ്യോ, പക്ഷേ അതിനേക്കാളും കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ലോവർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫേം സ്റ്റോക്ക് ഇസ് ടേൺഡ് ഓവർ ഓർ കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ് ഓൺലി 4 times ഓൺ ആൻ ആവറേജ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ
അവരുടെ സ്റ്റോക്ക് ലിക്വിഡായി മാറാൻ സാധ്യതയുള്ളത് ഓൺലി 4 times ആണ്. ഓക്കെ, അതേപോലെ ഗുഡ്സ് സ്റ്റോക്കായിട്ട് 91 ഡേയ്സിന് അതവിടെ കെട്ടിക്കിടക്കുമെന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഓക്കെ, അത് ആ സ്റ്റോക്ക് വെലോസിറ്റിയുടെയും സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെയും ബേസിലാണ് ആ ഇൻ്റർപ്രിട്ടേഷൻ എഴുതിയിട്ടുള്ളത്. പ്രോബ്ലം ചെയ്തിട്ട് അത് സ്വയം മനസ്സിലാക്കുക കേട്ടോ.